Good evening, all. So today, I'm indeed honored and privileged to present before you a new initiative by IEEE SPGEC Palakkad, which is Alumni Talk Series, which is conducted in collaboration with we and side chapters. So today we have a spectacular speaker, Sri Lakshmi Chechi. I think many of you are familiar with her because she was one of our past Exicom chair of GEC Palakkad, and currently she is working as a engineer in engineer DCCB in Tata Elxsi. So, and also she is currently pursuing the position of vice chair in IEEE Malabar subsection. She have lended a great support for us in the past IEEE events. So today, starting the episode 1 of Back to Base, the Alumni Talk series, we are honored and privileged to have you in this session. Chechi, Hello, yeah. Kikamo. So I welcome you to this session. Thank you for sparing your valuable time. And we are Okay, looking forward for a great session ahead. okay, thank you. Thank you. Okay, good evening, everybody. First of all, let me introduce myself once more. My name is Sri Lakshmi, 2023 EC passer. Currently working as an engineer in digital cockpit and connected vehicles in Tata Elxsi Kozhikode. Okay, I think most of you are familiar with me. Mm, so, shall we start? Is anyone yet to join, or I think we can continue in Malayalam. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രം ഇപ്പം ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഭയങ്കര ബോറിംഗ് ആവാത്. സോ നമുക്ക് മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. ടോക്കിംഗ് അബൌട്ട് മൈ IEEE കരിയർ, ഞാൻ 2019 GC പാലക്കാട് ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഇയർ ഒന്നും IEEE ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഇയർ ജസ്റ്റ് എക്സികോമിലേക്ക് ഇട്ട് നോക്കി. അങ്ങനെ IASന്റെ ക്രിയേറ്റീവ് ലീഡായിട്ടാണ് ഞാൻ അവിടെ മീൻസ് GC പാലക്കാട് നമ്മുടെ കോളേജിലെ SBയിൽ കയറുന്നത്. അതിനുശേഷം ചെയറായി. അവിടെ നിന്ന് പിന്നെ പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് കമ്മിറ്റി കേരള സെക്ഷൻ്റെ കണ്ടന്റ് ലീഡായി. നെക്സ്റ്റ് ഇയർ മലബാർ സബ് സെക്ഷനിൽ വൈസ് ചെയറായി പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് കമ്മിറ്റിയുടെ. ഇപ്പോൾ കറൻ്റ്ലി SBയിലെ സ്റ്റുഡൻറ് മെൻറ്റർ ആൻഡ് ഓൾസോ പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് കമ്മിറ്റിയുടെ വൈസ് ചെയറായിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. ടോക്കിംഗ് ഓൺ ഇപ്പോൾ എന്നോട് അസ്ന വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടോക്ക് സെഷൻ എടുക്കണം എന്നാണ്. പക്ഷെ മോർ ദാൻ എ ടോക്ക് സെഷൻ എനിക്കിത് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുണ്ടാവില്ല, എനിക്കും പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്കും കുറച്ചുകൂടി അറിയാൻ പറ്റും നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് പോവാം. ജസ്റ്റ് എൻ്റെ IEEE മീൻസ് ഞാൻ ഈ ടോപ്പിക്ക് എനിക്ക് എന്താ ടോപ്പിക്ക് ഇപ്പോൾ കൊടുക്കേണ്ടതെന്ന് അറിയാഞ്ഞപ്പോൾ സോറി ഞാൻ മിസ്സിനോട് സംസാരിച്ചു. വിനീത മിസ്സിനോട്. മിസ്സാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്ക് സജസ്റ്റ് ചെയ്തത്. അതായത് എങ്ങനെയാണ് IEEE ആൻഡ് പ്രൊഫഷണൽ കരിയർ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ IEEE എങ്ങനെയാണ് ആ പ്രൊഫഷണൽ കരിയറിനെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ളത് പറയാനായിട്ട് മിസ്സാണ് എന്നോട് സജസ്റ്റ് ചെയ്തത്. സോ IEEE എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീയിങ് എ പേഴ്സൺ, അതായത് നമ്മളിപ്പോൾ കോളേജിൽ വന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അവിടെ ആരുമായിട്ട് പരിചയം അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ നമുക്ക് ഒരു ജൂനിയർ സീനിയർ ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നത് ഇതുപോലുള്ള നെറ്റ്വർക്കിംഗ് വഴിയാണ്. സോ അങ്ങനെ ഒരു കാര്യത്തിന് എന്നെ IEEE നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജൂനിയർ സീനിയർ എന്നുള്ള ഒരു ഇതില്ലാതെ സീനിയേഴ്സായിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് എന്നെ IEEE ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻലി പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്ലേസ്മെന്റിലേക്ക് കയറുമ്പോൾ എല്ലാ കമ്പനീസും ഡയറക്റ്റ് പ്ലേസ് മീൻസ് ഇന്റർവ്യൂ ആപ്റ്റിറ്റ്യൂഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇന്റർവ്യൂവിലേക്ക് പോകണം എന്നില്ല. അപ്പൊ ചിലപ്പോൾ അവിടെ GDയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ GDയും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്യാൻ നമ്മൾ ഇതുപോലുള്ള സൊസൈറ്റീസ് അല്ലെങ്കിൽ IEEE പോലുള്ള കുറെ ടെക്നിക്കൽ സൊസൈറ്റീസിൽ നമ്മൾ അതിലെങ്ങനെ സംസാരിക്കുന്നു, അതായത് നമ്മളിപ്പോൾ അതിൽ ഒരു എന്താ പറയാ ഒരു സെഷൻ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവന്റ് വരുമ്പോൾ വോളണ്ടിയർ ചെയ്ത് ആങ്കർ ചെയ്യുക, വോട്ട് ഓഫ് താങ്ക്സ് പറയുക, വെൽക്കം സ്പീച്ച് പറയുക, അങ്ങനെ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് വോളണ്ടിയർ ചെയ്താൽ തന്നെ നമുക്ക് എന്താ പറയാ വി ക്യാൻ ഹാവ് എ ടച്ച് വിത്ത് എവരി വൺ. അതായത് കുറേ പേര് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, കുറേ പേര് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൂടെ നമുക്ക് എന്താ പറയാ കുറേയൊക്കെ നമുക്ക് സ്റ്റേജ് ഫിയർ എന്നുള്ള ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റും.
അങ്ങനെ എനിക്ക് കുറെ IEEE ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ IEEE കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആസ് എ ക്രിയേറ്റീവ് ലീഡ് ആയിട്ടാണെങ്കിലും അത് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു പൊസിഷന് വേണ്ടി നമ്മൾ ആരും ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ IEEE എന്ന് പറഞ്ഞാൽ നമ്മൾ വോളണ്ടിയറിംഗ്ലി വന്ന് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഇതാക്കുന്നതാണ്. സോ എൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ആ വോളണ്ടിയറിംഗിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നും എനിക്ക് IEEE കണ്ടിന്യൂ ചെയ്യുന്നത്. സോ IEEE ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നെറ്റ്വർക്കിങ്ങിന് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് മീൻസ് ഒരു സ്റ്റേജ് ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ട് മുതലേ കുറവായിരുന്നു. എന്നാലും കുറച്ചുകൂടി എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, അതായത് നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെയും കാണുന്ന കുറച്ച് ടെക്നിക്കലി ഇതായിട്ട് എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഓക്കെ, അപ്പൊ അതൊന്നും കൂടെ അവരെയും കൂടെ കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ള അറിയാനൊക്കെ IEEE എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ആൻഡ് കമ്മിങ് ടു മൈ കോർപ്പറേറ്റ് കരിയർ, IEEE ജസ്റ്റ് നമ്മൾ കോളേജ് ടു കോർപ്പറേറ്റ് ഒരു ട്രാൻസിഷൻ ആണല്ലോ. സോ കോർപ്പറേറ്റിലാണെങ്കിലും കുറെ ഫോർമാലിറ്റീസ് ആൻഡ് സ്റ്റെപ്സ് ഉള്ളൊരു സ്പേസ് ആയിരിക്കും കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. സ്പീക്കിംഗ് അബൌട്ട് ടാറ്റലെക്സിലാണെങ്കിലും നമുക്ക് കുറെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഫോർമാലിറ്റീസ് ഒക്കെ എനിക്ക് എന്താ പറയാ കുറച്ചുകൂടി ഫെമിലിയർ ആയിരുന്നു. ബിക്കോസ് IEEE എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ആ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിരുന്നു അവിടെ പോയപ്പോൾ. ഐ മീൻ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അവിടെ എന്ന് പറയുമ്പോൾ കുറെ സീനിയേഴ്സും നമ്മളാണ് അവിടെ കയറുമ്പോൾ നമ്മളായിരിക്കും ഏറ്റവും ഫ്രഷസ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അവിടെ ഉള്ള സീനിയേഴ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാതെയാവും. ഇപ്പൊ മീൻസ് ടാറ്റലെക്സിൽ കയറിയിട്ട് ഇപ്പൊ 1 year ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 1 yearൽ നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും ഉണ്ടായി. ഇപ്പൊ ഞാൻ സെക്കൻഡ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഇതിലെന്ന് പറയുമ്പോൾ പ്രൊജക്റ്റിൽ എന്ന് പറയുമ്പോൾ ടീം ലീഡ്സും കാര്യങ്ങളും വരുന്നത് നമുക്ക് എന്താ പറയാ ഒരു അറൌണ്ട് ഒരു 14+ years എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആയിരിക്കും ടീം ലീഡ്സ് ഉണ്ടാവുക. സോ അവരുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, അവർക്ക് നമ്മളെല്ലാവരും അവിടെ ഒരുപോലെയാണ് എങ്കിൽ കൂടി നമുക്ക് അവരുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഇതുപോലുള്ള ടെക്നിക്കൽ സൊസൈറ്റീസിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അതേ പ്രായത്തിലുള്ളവരല്ലല്ലോ സെഷൻ എടുക്കുക. നമുക്ക് കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും സെഷൻ എടുക്കുക. സോ അവരുമായിട്ട് നമ്മളിപ്പോൾ ഹോസ്പിറ്റാലിറ്റി ടീമിലാണെങ്കിലും അല്ല ഈവൻ കോർഡിനേഷൻ ടീമിലാണെങ്കിലും എന്തിനു തന്നെ ആയാലും നമുക്ക് അങ്ങനെയുള്ള കുറെ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ഈ ഒരു പേടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും. ആൻഡ് അതൊക്കെയാണ് മീൻസ് IEEE ആൻഡ് പ്രൊഫഷണൽ കരിയർ എന്നുള്ളത്. മോറോവർ ഞാനിപ്പോൾ സംസാരിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് നമുക്ക് ഞാൻ ബാക്കി പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ചാറ്റിലിടാം. എനിവൺ? ചേച്ചി ഒരു ഡൗട്ട്. ഇപ്പം നമുക്ക് IEEE ചേച്ചി പറഞ്ഞല്ലോ GEDക്ക് ഹെൽപ്ഫുൾ ആവും. അങ്ങനെയൊന്നും ഇപ്പൊ കുറെ പേർക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാനല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഡയറക്റ്റ് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ജോബ് ആരെങ്കിലും നേരിട്ട് തരുമോ അല്ലെങ്കിൽ റെഫറലോ കാര്യങ്ങളോ അങ്ങനെ നേരിട്ട് ആ ഒരു കണക്ഷൻ വെച്ച് അല്ലെങ്കിൽ IEEE ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനൊരു എന്താ പറയാ ഒരു മുൻതൂക്കം കിട്ടുമോ, അങ്ങനത്തെ ഒരു ഡൗട്ട്സ് കുട്ടികൾ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. ഓക്കെ, IEEE ഉള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ജോലിയൊന്നും കിട്ടില്ല. മീൻസ് അതായത് ഒരു ടെക്നിക്കൽ സൊസൈറ്റി എന്നുള്ളത് അവിടെ IEEE ഉള്ളത് കൊണ്ട് നമുക്കൊരു ജോലിയൊന്നും കിട്ടില്ല. പക്ഷെ നമുക്ക് റെസ്യൂമേല് വേറെ ഡെലിഗേറ്റ്സിനേക്കാളും നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആയിരിക്കും IEEE എന്നുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ HR റൗണ്ടിലേക്ക് ബേസിക്കലി എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ HR റൗണ്ടിലേക്ക് പോയപ്പോൾ എനിക്ക് ഏറെക്കുറെ എനിക്ക് ഏറെക്കുറെ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ IEEE ബേസ്ഡ് ആയിരുന്നു. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പൊ HR റൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഏറെക്കുറെ നമുക്ക് കമ്പനീസിനെ കുറിച്ചായിരിക്കും നമ്മളോട് കൂടുതലായിട്ട് ചോദിക്കുക. ആ കമ്പനീസിനെ കുറിച്ച് ചോദിക്കുന്നതിനേക്കാളും നമ്മുടെ റെസ്യൂമേയിൽ ഇത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി പറയാൻ പറ്റും. കാരണം നമ്മൾ വോളണ്ടിയർ ചെയ്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളാണെന്നല്ലോ നമ്മൾ റെസ്യൂമേയിൽ കൊടുക്കുന്നത്. സോ അത് ഇതാക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്ലോബലി എല്ലാവരുടെയും നമുക്ക് പ്ലേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഡൗൺ ആണ്. സോ നമുക്ക് ഇങ്ങനെ IEEE ടെക്നിക്കൽ സൊസൈറ്റീസിലൂടെ കുറേ പേരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നെറ്റ്വർക്കിംഗ് കിട്ടും. ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ അതേ പ്രായത്തിലുള്ളവരായിട്ടായാലും അല്ലെങ്കിൽ അവരുടെ സീനിയേഴ്സ് ആയിട്ടായാലും നമ്മുടെ സീനിയേഴ്സ് ആയിട്ടായിരിക്കും നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. ഈ നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവരുടെ കമ്പനിയിൽ അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന ഏതെങ്കിലും കമ്പനിയിൽ റെഫറൽസ് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഇന്റേൺ ആയിട്ടെങ്കിലും നമുക്ക് കയറാനായിട്ട് പറ്റും. കരിയർ ഗ്യാപ്പ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഒഴിവാക്കാം. സോ ഇപ്പൊ നമുക്ക് തന്നെ നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറെ സീനിയേഴ്സ് സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ സ്റ്റാർട്ടപ്പിലേക്ക് നമുക്ക് കയറാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു റെഫറൻസ് നമുക്ക് എടുക്കാം. അങ്ങനെ ജോബും കാര്യങ്ങളും നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ GD പോകുന്ന കാര്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് GD എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നേ വരെ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യുന്നത്. GD എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ ആ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ള ഒരു പേടി നമുക്ക് കുറയ്ക്കാനുള്ള കുറെ വഴികളാണ് ഇപ്പൊ നമ്മുടെ കോളേജിലാന്ന് വെച്ചാൽ നമ്മൾ നടത്തുന്ന സ്പെക്ട്രം ടോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ അതേ റേഞ്ചിലുള്ള കുറെ പേരാണ് ആ ടോക്ക് കേൾക്കുന്നത്. സോ അതിൽ മിസ്റ്റേക്സ് വന്നാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ടോക്കും കാര്യങ്ങളും വഴി നമുക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ. വേറെ ആരോ ഒരാള് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, നൈന. Hi, Chichi. Good Hello. evening, Chichi. ഗുഡ് ഈവനിങ്. First of all, thank you so much for having ഇവിടെ വന്നതിന് വളരെ സന്തോഷം. എനിക്ക് ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ആണ്, ഫസ്റ്റ് സെം ആണ്. അപ്പോൾ ആദ്യം ഞാൻ IEEE എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബാക്ക് അടിച്ചു, കാരണം പൈസ ഉണ്ട്. പിന്നെ ഐ ഫെൽ ലൈക്ക് ഇറ്റ് വാസ് എ പിരമിഡ് സ്കീം. കാരണം നമ്മൾ ആദ്യം ചേരുമ്പോൾ പൈസ കൊടുക്കണം, പിന്നെ അത് മുതലാക്കാൻ നമ്മൾ എല്ലാ പരിപാടിയിലും ചേരണം, അപ്പോഴും നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇഷ്ടമുള്ള മാത്രം ചേർന്നാൽ മതി, ഞാൻ ഫസ്റ്റ് വിചാരിച്ചു. പിന്നെ ഇവിടെ എക്സിക്കോം കോളൊക്കെ വന്നപ്പോൾ അതിൽ ചേരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ദിസ് മൈ ചാൻസ് വിചാരിച്ചു ഞാൻ ചേർന്നു. അപ്പോൾ ഞാൻ മാക്സിമം എല്ലാ പരിപാടിക്കും ചേരാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നെക്സ്റ്റ് വീക്കെൻഡിൽ നമുക്ക് ഹാക്കത്തോൺ വരുന്നുണ്ട്, മെട്രിക്സ് 2.0. അപ്പൊ എല്ലാത്തിലും മാക്സിമം പങ്കെടുക്കണം എന്ന് ആഗ്രഹം. ചേച്ചി ഇപ്പോ വീണ്ടും ഒരു കോളേജിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെ ചേച്ചിക്ക് IEEE കുറച്ചും കൂടി നന്നാക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് മീൻസ് ഇപ്പോ എന്നെ പോലെ ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ലൈക്ക് എവിടേക്കൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുതരാമോ? IEEE എങ്ങനെ മീൻസ് IEEE മെമ്പർഷിപ്പ് കൊണ്ട് എങ്ങനെ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാം അങ്ങനെയാണോ? അതെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ IEEE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സിക്കോമിലേക്ക് കയറിയാലും ഈച്ച് പൊസിഷൻ നമുക്ക് ഒരു പൊസിഷൻ അവിടെ ഹോൾഡ് ചെയ്യാൻ അറൌണ്ട് 20 to 25 നമുക്ക് എക്സിക്കോമിലുണ്ട്. സോ ഈ ഓരോന്നും പറയുന്ന ഓരോ പൊസിഷൻസ് ആണ്. പക്ഷെ ഒരിക്കലും ഈ പൊസിഷൻസിന് വേണ്ടി നമ്മൾ ഒരിക്കലും വർക്ക് ചെയ്യരുത്. കാരണം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു എക്സിക്കോം റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു കോളേജിനെയാണ്, അത് GC പാലക്കാട് എന്നുള്ള ഒരു കോളേജിനെയാണ് നിങ്ങളെ ആ എക്സിക്കോമിലുള്ളവർ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ മാക്സിമം ആ ഒരു നെയിം സേക്ക്, അതായത് ആ പൊസിഷന് വേണ്ടിയിട്ട്, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ ഞാൻ SBയുടെ സെക്രട്ടറിയാണ്. സെക്രട്ടറിയുടെ മെയിൻ ജോബ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ട്സ് ഓഫ് നമ്മുടെ ഇതിൽ പറയുന്ന ഗൈഡ് ലൈൻസ് വെച്ചിട്ട് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് പ്രിപ്പയർ ചെയ്യുക, റിപ്പോർട്ടും കാര്യങ്ങളും ഇതാക്കുക, ഒരു ഇവന്റ്സ് വരുമ്പോൾ കോർഡിനേറ്റ് ചെയ്യാം. മോർ ദാൻ ദാറ്റ് ആ ഒരു ഇവന്റ് എത്രത്തോളം നന്നാക്കാം, അതായത് എന്നുള്ളതിനെയാണ് നമ്മൾ അതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതായത് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിന്, അതായത് ഗ്രൂപ്പായിട്ട് ടീമായിട്ട് നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് വർക്കൗട്ട് ആവില്ല. സോ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന സക്സസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ സെക്കൻഡ് ഇയർ IEEE കയറിയപ്പോൾ അത് ഓൺലൈൻ ആയിരുന്നു. കമ്മിങ് ടു ഓഫ്ലൈൻ ഐ എം ന്യൂലി മീൻസ് എനിക്ക് എന്താ IEEEയുടെ ഉള്ളിൽ നടക്കുന്ന, അതായത് ഓഫ്ലൈൻ പരിപാടികളിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ മലബാർ ഹബ് മീറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ എക്സിക്കോമിലുള്ളവർ എങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയി. ഞാൻ എക്സിക്കോമിലേക്ക് ഫസ്റ്റ് ടൈം കയറിയപ്പോൾ ആൻഡ് സെക്കൻഡ് ചാൻസ് എനിക്ക് വരുന്നത് ഞാൻ ഡയറക്റ്റ് ഷെയർ ആയിട്ടൊക്കെ വരുന്നത്. സോ ഫസ്റ്റ് അറൌണ്ട് ഞാൻ കുറച്ച് ഇവന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തു. ആൻഡ് മെയിൻ ഇവന്റ്സ് നമ്മുടെ ഒരു എക്സെൽഷ്യർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എക്സെൽഷ്യർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെടുത്ത വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ടീമായിട്ട്, അന്ന് ഞങ്ങളുടെ എക്സിക്കോമിൽ സൈറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പൊ വി ആർ ലെസ് ഇൻ കൗണ്ട്. അപ്പൊ അത്രയും മെമ്പേഴ്സ് ഒരുമിച്ച് ഒരു മാസത്തോളം ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് ഇപ്പൊ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ടീമായാലും അതിലും ഇവിടുത്തെ കുറെ പേര് ഉണ്ടായിരുന്നു, കുറെ പേര് അതിലുണ്ടായിരുന്നു. വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതായാലും പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതായാലും ഈ പോസ്റ്റർ ഷെയർ ചെയ്യുന്നതായാലും PR വർക്ക്, അതായത് ഇത്രയും പേര് നമ്മുടെ കോളേജിലേക്ക് കൊണ്ടുവരണം,
അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തിട്ട് ഏറ്റവും നല്ലൊരു ഇവന്റ് ആണെന്നുള്ളത് ഇത് നമുക്ക് പുറത്തുനിന്ന് ഇത് കേൾക്കുമ്പോൾ അതായത് ഇപ്പൊ ഒരു പുറത്തുനിന്ന് കോളേജിൽ കുറച്ച് പേര് വരികയാണ് ആൻഡ് അവർക്ക് നെക്സ്റ്റ് ഇയർ അവരുടെ സ്റ്റുഡൻസ് മീൻസ് അവരുടെ ജൂനിയേഴ്സിനെ റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ അതായത് ശ്രീകൃഷ്ണപുരത്ത് ഇതുപോലെ ഒരു പരിപാടി ഉണ്ട്, യു ക്യാൻ ഗോ, ഡെഫിനറ്റ്ലി നല്ലൊരു ഇവന്റ് ആണെന്ന് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഇത് നമ്മൾ അവിടെ നമുക്കൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ടാവണം. സോ ബേസിക്കലി നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിന്റെ ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇഫ് നയന ഇപ്പൊ എക്സികോമിലേക്ക് സെലക്ട് ആവുകയാണെന്ന് വെച്ചോ, എനിക്ക് തരാനുള്ള ഒരു സജഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ പൊസിഷൻ, ഏത് പൊസിഷനാണ് കിട്ടുന്ന പൊസിഷൻ സേക്കിന് വേണ്ടി ഒരിക്കലും ചെയ്യരുത്. നമുക്കിപ്പോ കുറെ അവാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എസ് ബിയിലായാലും നമുക്ക് ആ അവാർഡ്സ് നമ്മളുണ്ട്, MSS ലെവലിൽ അതായത് ഹബിന്റെ ലെവലിലുണ്ട്, കേരള സെക്ഷന്റെ ലെവലിലുണ്ട്, ആർട്ട് ആൻഡ് ഇന്ത്യ കൗൺസിൽ, അങ്ങനെ കുറെ അവാർഡ്സും കാര്യങ്ങളും നമുക്ക് ഉണ്ട്. സോ നയന ഇപ്പൊ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് കയറുവാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ സൊസൈറ്റി ബെസ്റ്റ് ആക്കാൻ ആദ്യം നോക്കുക. അതായത് നമ്മളിൽ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കൊടുത്ത് താൻ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് സൊസൈറ്റി ആണോ അല്ലെങ്കിൽ ഏത് അഫിനിറ്റി ഗ്രൂപ്പ് ആണോ അതിനെ ബെസ്റ്റ് ആക്കാൻ നോക്കുക. അതിനുശേഷം അത് കോളേജിൽ, അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ, അതായത് നമ്മുടെ SBക്ക് IEEE SB സ്റ്റുഡന്റ് ബ്രാഞ്ച് GC പാലക്കാടിന് അവാർഡ് കൊണ്ടുവരാണ് നോക്കേണ്ടത്. സോ ആ ഒരു ടീമിലേക്ക് മാക്സിമം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം, എന്നിട്ട് ഇതാക്കുക. ഇതിലൂടെ നിനക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അതായത് ഇപ്പൊ IEEE മെമ്പർഷിപ്പ് ഇപ്പൊ വേറെ കുറെ ടെക്നിക്കൽ സൊസൈറ്റീസ് ഉണ്ട്, സ്പീക്കിംഗ് 4 years ഒരു മെമ്പർഷിപ്പ് അങ്ങനെയൊക്കെ മതി. ബട്ട് IEEE എന്നുള്ളത് നമുക്ക് ഒരുപാട് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും പേപ്പർ പബ്ലിക്കേഷൻസിനും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. IEEE മെമ്പേഴ്സിന്റെ ആണെങ്കിൽ പേപ്പർ പബ്ലിക്കേഷൻ കുറച്ചുകൂടി സ്മൂത്തനാവും ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് കേട്ടൊരു അറിവ് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി സ്മൂത്തനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ഈ ഒരു ടീം വർക്ക് ആയി കാണാം. ഒരു ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിക്കും, ഒരു ടീമിൻ്റെ ഉള്ളിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പഠിക്കും, പിന്നെ കുറേ പേരെ എങ്ങനെ ഒരുമിച്ച് നിർത്താം, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ്, കുറേ പേരായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് പഠിക്കും. ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് വേണ്ട സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടെക്നിക്കൽ സ്കിൽസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്ലേസ്മെന്റ്സിലെ ആപ്റ്റിറ്റ്യൂഡിനും ടെക്നിക്കൽ ഇന്റർവ്യൂസിനും ഒക്കെ ആയിരിക്കും. നമ്മുടെ ഈ ടെക്നിക്കൽ സ്കിൽസ് നമ്മൾ 8 സെംസിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെയാണ് യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് റാദർ നമ്മളൊരു കമ്പനി പോയിട്ട് ഒരു പ്രൊജക്റ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇവിടെ എടുത്തതിനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക വേണ്ട. സോ ഈ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പൊ എനിക്ക് അറിയാത്തൊരു കാര്യം എൻ്റെ കൂടെയുള്ള ഒരു ടീംമേറ്റിന് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ അവിടെ ഒരു ടീം വർക്ക് കൊണ്ട് മാത്രമേ നമുക്ക് ആ പ്രൊജക്ടിന്റെ സക്സസ്, അതായത് ഫസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ആ ഒരു ടീം മൊത്തത്തിൽ വർക്ക് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റിന്റെ ബെസ്റ്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. സോ അങ്ങനെ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ടീം വർക്കും ടീം മാനേജ്മെന്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള കുറേ സ്കിൽസ്, അതായത് സോഫ്റ്റ് സ്കിൽസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ മീൻസ് ആ ഒരു പൊസിഷന്റെ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാതെ കൂടുതലായിട്ട് കൊണ്ടുവരാൻ നോക്കുക. Oh, thank you, ചേച്ചി. It was really insightful. ഞാൻ ഫസ്റ്റ് വന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഡൗട്ട്സ് കുറെ ഉണ്ടായിരുന്നു IEEE കുറിച്ച്. ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ചേച്ചിക്ക് ഇവിടേക്ക് എത്താൻ മീൻസ് IEEE ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ എന്താ? മീൻസ് ഇവിടെ എത്തിയപ്പോ സംഭവം ഉഷാറാണ്, ഇതിൽ കൂടുതൽ ചെയ്യണം, ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ വീണ്ടും ചെയ്യുന്നുണ്ട്, അങ്ങനെ അത്രയും ഒരു പാഷനേറ്റ് ആവാൻ തോന്നിയ റീസൺസ് എന്തൊക്കെയാ? ആക്ച്വലി പാഷനേറ്റ് ഇൻ ദ സെൻസ്, ഞാൻ ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാം, കോളേജിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാം മലബാർ ഹബ് മീറ്റ് ആണ്. സോ അതിൽ നമ്മുടെ കോളേജ് ആണെന്ന് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. അതായത് മലബാർ ഹബ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ കേരള സെക്ഷൻ എന്നുള്ളൊരു യൂണിറ്റ് ഉണ്ട്. നമുക്ക് കുറേ സബ് ഡിവിഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മെമ്പർഷിപ്പ് ഡെവലപ്മെന്റ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുന്നു. കേരള സെക്ഷന്റെ താഴെ നമുക്ക് 3 ഹബ്ബുകളുണ്ട്, മലബാർ ഹബ്ബ്, ട്രാവൻകൂർ ഹബ്ബ്, കൊച്ചി ഹബ്ബ്. ഇതിൽ മലബാർ ഏരിയയിലുള്ള കോളേജസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇവന്റ് ആണ് മലബാർ ഹബ് മീറ്റ് എന്ന് പറയുന്നത്. അത് അന്ന് ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ നമ്മുടെ കോളേജ് ആയിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ അതിലൊരു പാർട്ടായിരുന്നു, മീൻസ് ഒരു ആസ് എൻ ഡെലിഗേറ്റ് ആയിട്ടായിരുന്നു ഞാൻ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ അവിടെ സ്ട്രഗിൾസ്, നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇനീഷ്യൽ ഫേസിലേക്ക് ഇന്ന് ഇത്രയും ഉണ്ടെങ്കിൽ പോലും അന്ന് ഇത്രയും നമുക്ക് സൗകര്യങ്ങളൊന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ. ഇപ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക, IEEE ബ്ലോക്ക് ആയാലും അവിടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, സെമിനാർ ഹാളുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഇതായിട്ട് വന്നത്. അപ്പൊ അന്ന് നമ്മൾ ഈ
കോളേജിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡെലിഗേറ്റ്സ് കുറെ പേര് വോളണ്ടിയേഴ്സ് ആയിട്ട് മാറേണ്ടി വന്നു. അപ്പോൾ നമ്മൾ അതിന് കൂടെ കൂടി അവിടുന്നാണ് ഞാൻ മീൻസ് ഓക്കെ ഇത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇതാണ്, എൻ്റെ പാഷൻ അങ്ങനെയാണ്, മീൻസ് എൻ്റെ ഇൻട്രസ്റ്റുമായിട്ട് കൂടി പോകുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. ആൻഡ് ഇപ്പോഴും എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഫോർ അതായത് എൻ്റെ ആ ഒരു എക്സിക്കോമിൽ ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ഫാമിലി. ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ഒരു ഫാമിലി പോലെയാണ്. അതായത് ലേറ്റ് നൈറ്റ്സ് ഇരുന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ എക്സൽഷ്യറൊക്കെ വരുമ്പോൾ നിങ്ങൾക്കും അറിയാൻ പറ്റും, ഇപ്പൊ ഇനിയിപ്പോ വരാൻ പോകുന്നുണ്ട്. സോ നമുക്ക് ലേറ്റ് നൈറ്റ്സ് ഇരുന്ന് കുറെ കാര്യങ്ങൾ, അവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളായാലും പിന്നെ അതുപോലെ ബീങ് എ ഗവൺമെന്റ് കോളേജ് നമുക്ക് പെർമിഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ ചിലതിനൊന്നും പെർമിഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മളെ ഓരോരുത്തർ ഹെൽപ്പ് ചെയ്യും. നമുക്ക് മീൻസ് കൂടെ ഉള്ളവർ തന്നെ നമുക്ക് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത്, ഇപ്പൊ എന്റെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാത്രം ചെയ്യാതെ ബാക്കി നമുക്ക് കൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റ്, അതായത് ഞാനൊരു പരിപാടി നടത്തി എന്റെ ടീം അതിന്റെ കൂടെ നിന്ന് ആ ഒരു പരിപാടി നടത്തി അതൊരു സക്സസ് ആകുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. സോ എനിക്ക് ഉണ്ടായിട്ടുള്ളത് മീൻസ് ഏറെക്കുറെ നല്ല ഒരു സെറ്റ് ഓഫ് ഇവന്റ്സ് എനിക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ളതെന്ന് പറഞ്ഞു ഒന്ന് എക്സെൽഷ്യറും ഒന്ന് ബിയോണ്ട് ഗ്ലാസ് ബാരിയേഴ്സ് ആണ്. ബിയോണ്ട് ഗ്ലാസ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ സബ്സെക്ഷൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. 1 day ഫുൾ ഇവന്റ് ആണ് ഇത് ഉണ്ടാവുക. ഫുള്ളി ഫോർ നമ്മൾ വുമൻ സ്പീക്കേഴ്സിനെ കൊണ്ടുവന്നിട്ട് നടത്തുന്ന ഒരു ഇവന്റ് ആണ്. ആൻഡ് ഫസ്റ്റ് ടൈം നമ്മുടെ കോളേജിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് അന്ന് എനിക്ക് ആ ഒരു ടീമിന് കളക്ടറെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റി. സോ ഇറ്റ് വാസ് ഞങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൂമെന്റ്സ് എന്ന് പറയുന്നത് അതൊരു ഇതായിരുന്നു. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എക്സൽഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺലൈൻ എക്സൽഷ്യർ മാത്രം കണ്ടവരാണ്, ഓഫ്ലൈൻ എക്സൽഷ്യർ ഞങ്ങൾ കണ്ടിട്ടില്ല. ആ ഒരു ടീമാണ് ഈ ഓഫ്ലൈൻ എക്സൽഷ്യറിന് വേണ്ടി വർക്ക് ചെയ്ത് എന്താന്ന് പോലും അറിയാതെ ഉള്ള കോളേജുകളിലെ മൊത്തം കോണ്ടാക്റ്റും കളക്ട് ചെയ്ത് അവരെ വിളിച്ച്, അതായത് PR ടീം നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ കുറേ ജൂനിയേഴ്സ്, അതായത് IEEE കുറേ പേര് വർക്ക് ചെയ്ത് ഏറ്റവും സക്സസ് ആയ ഒരു പരിപാടിയാണ് എക്സൽഷ്യർ. മോറോവർ ദാറ്റ് അട്ടപ്പാടി ഇപ്പൊ സൈറ്റിന്റെ ഒരു പ്രൊജക്ട് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഇപ്രാവശ്യം അവരത് ചെയ്തിട്ടുണ്ടായിരുന്നു, സോളാർ പാനൽ ഇൻസ്റ്റാളേഷൻ. അതിന്റെ ഏർലി സ്റ്റേജസിൽ ഞാൻ അതിന്റെ ഒരു പാർട്ടായിരുന്നു. സോ ആ അട്ടപ്പാടിയിൽ എനിക്ക് സൈറ്റ് പ്രൊജക്ട് എന്ന് പറയുമ്പോൾ മീൻസ് ഞങ്ങൾ അട്ടപ്പാടിയിൽ ഫസ്റ്റ് പോയതിന് കുറേ നമുക്ക് അവിടെ എത്തിച്ചേരണമെങ്കിൽ ഒരു റെസ്ട്രിക്റ്റഡ് ട്രൈബൽ വില്ലേജ് ആണത്. നമുക്ക് അവിടെ എത്തിച്ചേരണമെങ്കിൽ കുറേ പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 1.5 months ഞങ്ങൾ അതിന്റെ പിന്നാലെ പോയിട്ടാണ് 1 day ഞങ്ങൾക്ക് അവിടെ കാണാനുള്ള ഒരു പെർമിഷൻ കിട്ടിയത്. പെർമിഷൻ കിട്ടിയത് പോരാതെ അവിടെ ചെന്നിട്ടും വീണ്ടും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വന്നു. സോ IEEE എൻ്റെ ഒരു 4 years IEEE ആണ് ഈ നമ്മൾ കാണാത്ത ഒരു ലോകം അപ്പുറത്തുണ്ടെന്നും നമുക്ക് കിട്ടുന്ന ആ ഫെസിലിറ്റീസ് ഒന്നും കിട്ടാതെ ഇന്നും പുറം ലോകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാത്ത കുറെ പേര് അപ്പുറത്തുണ്ടെന്നൊക്കെ കാണിച്ചു തന്നത് എനിക്ക് IEEE. ആക്ച്വലി ഐ വാസ് നോട്ട് പാർട്ട് ഓഫ് IEEE. എനിക്ക് ആ ഒരു നിങ്ങൾ പോയവർക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒരു ട്രൈബൽ വില്ലേജ് അവിടെ ഉണ്ടെന്നോ. അവിടെ ഇത്രയും കാലമായിട്ട് ഒരു ഇലക്ട്രിസിറ്റി പോലും എത്തിയിട്ടില്ല. ഐ മീൻ അവരിപ്പോഴും പഴയ കാലത്ത് ജീവിക്കുന്നവരാണെന്നോ. അവർക്കുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു ഒന്നും. എനിക്കിപ്പോ 4 years ഞാനിപ്പോ എഞ്ചിനീയറിംഗ് പഠിച്ച് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ടാവുക എന്താ, പഠിച്ച ആ സെമിസ്റ്റർ ഗ്രേഡ്സും പഠിച്ച കാര്യങ്ങളും മാത്രമാണ്. മോറോവർ ദാറ്റ് എന്നെ റിയൽ ലൈഫ് എന്താന്ന് പഠിപ്പിച്ചത് IEEE ആണ്. എനിക്ക് കുറെ കാര്യങ്ങൾ ചുറ്റുമുള്ളത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ സാധിച്ചതൊക്കെ IEEE-ലൂടെയാണ്. സോ അങ്ങനെ ആ ഒരു ഇത് തന്നതുകൊണ്ട് ആൻഡ് ഐ ലവ് ടു കണ്ടിന്യൂ ഇൻ ദാറ്റ്. പിന്നെ ഒരു മെയിൻ കാര്യം എന്താ വെച്ചാൽ എനിക്കൊരു മെയിൻ സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല. മീൻസ് ഫാമിലി എനിക്ക് ഭയങ്കര വലിയ സപ്പോർട്ടായിരുന്നു. കാരണം ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ പോലും ബീങ് ഡേ സ്കോളർ ആയിരുന്നു, വീട്ടിൽ വരുമ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. മോറോവർ ദാറ്റ് വിനീത മിസ് ഉണ്ടായിരുന്നു. വിനീത മിസ് എന്തൊരു പ്രോഗ്രാം ആണെങ്കിലും മിസ് ഒരിക്കലും എന്നോട്, ഞാൻ എന്ത് പോയി പറയുമ്പോഴും മിസ് അതിന്റെ ഇതൊക്കെ പറഞ്ഞു തരുമെങ്കിൽ മിസ് എന്നോട് ഒരിക്കലും നോ പറയില്ല. മിസ് പറയും നമുക്ക് നോക്കാം. അങ്ങനെ മിസ് തന്ന സപ്പോർട്ട് ഇന്നും മിസ്സിന്റെ ആ ഒരു സപ്പോർട്ടിലാണ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ വൈസ് ചെയർ ആണെന്ന് പറഞ്ഞല്ലോ, അതില് മിസ്സായിരുന്നു ചെയർ. അങ്ങനെയാണ് ഞാൻ വൈസ് ചെയർ ആയിട്ട്, മീൻസ് എനിക്കിപ്പോ ചാറ്റഡിക്സിലായാലും നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ കൂടെ ഉള്ള ഒരാള് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ മിസ് എനിക്ക് സച്ച് എ ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു. ആൻഡ് ഓൾസോ ദ ടീം എക്സിക്കോമും ഭയങ്കര ഇതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തത്.
ഓ ചേച്ചി, താങ്ക് യു. ലൈക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. പിന്നെ അട്ടുപാടിത്തെ സംഭവമൊക്കെ ഞങ്ങള് ക്ലാസ്സിൽ വിനിത മിസ്സിനെ പറഞ്ഞിരുന്നു, ഓറിയന്റേഷൻ ക്ലാസ് പറയുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവിടുത്തെ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിരുന്നു. ദാറ്റ് വാസ് റിയലി ഇൻസ്പിറേഷണൽ ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് ഓൾ ഓഫ് യു ഗൈസ്. ആ ഇനീഷ്യേറ്റീവ് എടുത്തതിനും അത് ചെയ്ത എല്ലാവരും മീൻസ് അത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ആൻഡ് ഐ റിയലി ഹോപ്പ് ദാറ്റ് എനിക്കും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും ഇതുപോലെ അതിനേക്കാൾ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ. ബെസ്റ്റ് വിഷസ്. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ടാറ്റാലെക്സിൽ ഇത് വെച്ച് പറയുകയാണെങ്കിൽ IEEE പ്രൊഫഷണൽ കരിയർ ആണല്ലോ. IEEE ഇതും കൂടി ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ബീയിങ് എ പാർട്ട് ഓഫ് മലബാർ സബ് സെക്ഷൻ, നമുക്ക് ഇപ്പോൾ പ്രാവശ്യം കേരള സെക്ഷൻ ലാർജ് സെക്ഷൻ എന്നുള്ള അവാർഡൊക്കെ കിട്ടി. നമുക്ക് ഇപ്പോൾ ഈ പ്രൊഫഷണൽ ഫീൽഡിൽ നിന്ന് ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയ കോളേജിൽ ഞാൻ കാരണം എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം എപ്പോഴും. കാരണം നമ്മൾ എന്തെങ്കിലും ഇന്ന് ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അന്ന് ആ കോളേജ് അതിനൊരു മേജർ പാർട്ട് ഉണ്ടായിട്ടുണ്ടാവും. സോ ആ ഒരു ഫീൽഡിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഈ പ്രൊഫഷണൽ സൊസൈറ്റീസിലേക്ക് പ്രൊഫഷണൽ കരിയറിലേക്ക് പോകുമ്പോഴും ഇതുപോലുള്ള ടെക്നിക്കൽ സൊസൈറ്റീസ് വഴിയായിരിക്കും നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, നമുക്ക് കോളേജിൽ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുക. മീൻസ് ബേസിക്കലി സ്പീക്കിംഗ്, ഇപ്പോൾ പ്ലേസ്മെന്റ് വരികയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും ഒരാളും ഇവിടെ റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്ലേസ്മെന്റിൽ എനിക്കൊരു ഇതാവാനും പറ്റില്ല. കാരണം ഇതെന്റെ ജൂനിയറാണ് അല്ലെങ്കിൽ ഇതെന്റെ കോളേജിലാണ് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഒരിക്കലും ഈ കമ്പനിയിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ ടെക്നിക്കൽ സൊസൈറ്റീസ് വഴിയാണ് നമുക്ക് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആ കോളേജിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഇപ്പോൾ ഈ ടെക്നിക്കൽ സൊസൈറ്റി മീൻസ് IEEE കണ്ടിന്യൂ ചെയ്യുമ്പോൾ ലാസ്റ്റ് വീക്ക് കേരള സെക്ഷൻ AGM പോയപ്പോൾ കുറേ പേരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അതിപ്പോൾ എൻ്റെ പ്രൊഫഷണൽ ഗ്രോത്ത്, ഇപ്പം ഞാനിപ്പോൾ ഒരു ടാറ്റാലെക്സിൽ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നമ്മുടെ കരിയർ, നമ്മളിപ്പോൾ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ കരിയർ അവിടെ എൻഡ് ചെയ്യുന്നില്ല. അവിടെ നിന്ന് നമ്മൾ പിന്നെയും നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്, അതായത് മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണോ അതോ ടെക്നോളജിയിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സും കാര്യങ്ങളും നമുക്ക് വരും. അപ്പോൾ നമ്മളിപ്പോൾ കോറ് കിട്ടി, ഓക്കെ ഗുഡ്, നമുക്ക് പോവാം, കണ്ടിന്യൂ ചെയ്യാം, ഓക്കെ വെൽ ആൻഡ് ഗുഡ്, നമുക്ക് അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കുറെ കഴിയുമ്പോൾ സ്റ്റേ ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ഹയർ പൊസിഷൻസ് അല്ലെങ്കിൽ പ്രോജക്ട് ലീഡോ പ്രോജക്ട് മാനേജർ പ്രൊഡക്ട് മാനേജർ അങ്ങനെ കുറേ ഡിഫറെന്റ് റോൾസ്, നമ്മളിപ്പോൾ കയറുമ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടാണ് നമ്മൾ കയറുന്നതെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കുറേ റോൾസും ജോബ്സും അവിടെ ഉണ്ട്. സോ അതിലേക്ക് ഞാൻ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളത് എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് പേഴ്സണൽ കണക്ഷൻസ് ഉണ്ടാവാൻ, നമുക്ക് ഓഫീസിൽ പേഴ്സണൽ കണക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുക. ഇത്രയും കാലം ഞാൻ നിന്ന് വന്ന ഒരു സൊസൈറ്റി ആണ് IEEE. സോ അവിടെ എനിക്ക് കുറച്ചുകൂടി കണക്ഷൻസ് ഉണ്ടാകുമ്പോൾ എനിക്ക് കുറെ കൂടി എന്താണ് നെക്സ്റ്റ് സൊസൈറ്റി ആസ്പെക്ട് എന്താണ്, അതായത് ആസ് എൻ എഞ്ചിനീയർ ഞാൻ ഇവിടെ കയറി എനിക്ക് ഇനി പ്രൊമോട്ട് ആവുമ്പോൾ ഈ കമ്പനി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണോ ഓർ എൻ്റെ കരിയർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും, ഇവിടെ നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവോ ഇല്ല. അതായത് നമുക്ക് മനസ്സിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നമുക്ക് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റാത്തതാവാം, ആൻസർ ചെയ്യാൻ പറ്റുന്നതാവാം, പറ്റാത്തതാവാം. മോസ്റ്റ് പ്രോബ്ലി എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ആൻസറബിൾ ആൻസറബിൾ അല്ലാത്തതായിരുന്നു ഏറെക്കുറെ എല്ലാം. സോ ഈ ഒരു ഫീൽഡിൽ നിന്ന് നമുക്ക് ഇപ്പോൾ എങ്ങനെയാണ് കരിയർ ഗ്രോത്ത് ഉണ്ടാവുക, അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ മീൻസ് കണക്ട് ചെയ്യാൻ പറ്റും കുറെ പേരായിട്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് പോകണം, ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ആ കമ്പനിയിലെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ലിങ്ക്ഡ്ഇനിൽ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ്സിൽ കയറി നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല. അത് ജെന്യൂൻ ആവണം അല്ലെങ്കിൽ ട്രൂ ആവണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ റാദർ അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആ കമ്പനിയുടെ പാർട്ടായിട്ടുള്ള ഒരാളുമായിട്ട് ഞാനിപ്പോൾ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സോ എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് എന്നെ ഇപ്പോൾ IEEE ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്കിപ്പോൾ പ്രൊജക്ട് ഇവിടെ വരുവാണെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ CE ഒക്കെ ആയിരുന്നു എനിക്ക് ബേസ് ഉണ്ടായിരുന്നത്. ഇവിടെ കംപ്ലീറ്റ്ലി വന്നപ്പോൾ ഞാൻ ലിനക്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ലിനക്സ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നേ വരെ നോക്കാത്തൊരു സൈഡാണ് ലിനക്സിന്റെ പാർട്ട്.
സോ അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും, നമുക്ക് കമ്പനിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും. നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് പ്രൊജക്ടിന്റെ ഉള്ളിൽ മാത്രമല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ, നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. സോ എനിക്കിപ്പോ ലിനക്സ് സൈഡിൽ കുറച്ചുകൂടി പഠിക്കണം എന്ന് വെച്ചോ, ഇപ്പൊ എനിക്കിപ്പോ വേറെ സജഷൻസ് ചോദിക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോ റീസെന്റ് മിസ്സായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകണം, എന്താണ് ഓപ്ഷൻ എന്നുള്ളത്. ബേസിക്കലി സ്പീക്കിംഗ്, മിസ്സിനെ എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം, എൻ്റെ ഈ മീൻസ് ഈ ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കുറിച്ച് അറിയാം, എൻ്റെ മീൻസ് സെമസ്റ്റേഴ്സ്, അതായത് അക്കാഡമിക്സ് കാര്യങ്ങൾ മിസ്സിന് അറിയാം. സോ മിസ് സജസ്റ്റ് ചെയ്യുന്ന ഓരോ വഴികൾ അത് വെച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഞാനിപ്പോ മലബാർ സബ്സിഷനിൽ പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് കമ്മിറ്റിയിൽ കയറി. അവിടെ കയറുമ്പോൾ ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കുറെ പേരായിട്ടല്ല, പകരം ഇതേ എൻ്റെ സെയിം വോളണ്ടിയറിങ് ഇൻട്രസ്റ്റ് ഉള്ള കുറെ പേരായിട്ടാണ്. പക്ഷെ ആ വോളണ്ടിയറിങ് ഇൻട്രസ്റ്റ് സെയിം ആണെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡും കാര്യങ്ങളും ഡിഫറെന്റ് ആയിരിക്കും. സോ അങ്ങനെയുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ്, അതായത് മീൻസ് ഇനി ഞാൻ എത്തിപ്പെടാത്ത ടെക്നോളജീസും കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെന്റ് ഈ IEEE അല്ലാതെ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഇപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന കുറെ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിന് നമുക്ക് IEEEയുടെ ഹെൽപ്പ് തന്നെ വേണം. അങ്ങനെ ഇപ്പോ നമ്മള് ഇപ്പൊ പ്രൊഫഷണൽ ഫീൽഡിലേക്ക് IEEE എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ഇപ്പൊ കമ്പനീസ് വഴി മെമ്പർഷിപ്പും കാര്യങ്ങളും എടുപ്പിച്ചിട്ട് നമ്മൾ അതിലേക്ക് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഇതിലൊരു പാർട്ടായത് കൊണ്ട് നമ്മുടെ KPI, അതായത് നമുക്ക് ഓരോ വർഷം മീറ്റ് ചെയ്യേണ്ട കുറച്ച് ജനറൽ ഇതുണ്ടാവും, ഡെഡ് ലൈൻസ് എന്നല്ല, നമ്മള് ഗോൾസ് ഉണ്ടാവും. ആ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഒരെണ്ണം വോളണ്ടിയറിങ് ആണ്. അത് നമ്മൾ എന്തായാലും കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ ബി ഇൻ മൈ ഓഫീസ്. ഓക്കെ, ഡാറ്റലക്സി എന്നുള്ള ഒരു ഓർഗനൈസേഷനിൽ വോളണ്ടിയറിംഗ് എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊന്നുമില്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR വഴി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഏതെങ്കിലും ഓർഗനൈസേഷൻ. സോ എന്നെ മറ്റുള്ളവരിൽ നിന്ന് സ്റ്റാൻഡപ്പ് ചെയ്യാൻ സഹായിച്ചത് ബീങ് ആൻ IEEE മെമ്പർ. ഞാൻ 2 മെമ്പർഷിപ്പ് ഡെവലപ്മെന്റ് സെഷൻ എടുക്കുന്നത്. സോ അതൊക്കെ എനിക്ക് കാണിക്കുമ്പോൾ എനിക്കതൊരു പ്ലസ് പോയിന്റ് തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ IEEE ടു അങ്ങനെയല്ല, കോളേജ് ടു കോർപ്പറേറ്റ് ആണ് നമുക്ക് ട്രാൻസിഷൻ വരിക. അപ്പൊ നമ്മൾ ഈ ടെക്നിക്കൽ സൊസൈറ്റീസിൽ മെമ്പർഷിപ്പ് എടുത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ടായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് നമ്മൾ ഇനി പുറത്ത് പോകുമ്പോൾ ഇതാവുന്നെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ IEEE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, കുറെ പ്രൊഫഷണൽ മെമ്പേഴ്സ് ഉള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. സോ ആ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിലേക്ക് ഇപ്പൊ തന്നെ കയറി പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നാളെ നമ്മൾ ആ ഒരു ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് മനസ്സിലാവാൻ കൂടി പറ്റും. ക്വസ്റ്റ്യൻസ് എനിക്ക് ഏറെക്കുറെ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. IEEE ആയാലും എന്താ പറയാ, എന്റെ കരിയറിലേക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു. ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ്. മീൻസ് നമ്മൾ കുറച്ച് കണക്ഷൻസ് വെക്കുക. അതായത് ഇപ്പൊ എനിക്കിപ്പോ വിനീത മിസ്സിനോടുള്ള കണക്ഷൻ എന്ന് പറയുമ്പോൾ, ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ എനിക്കിപ്പോ എന്തെങ്കിലും ഇപ്പൊ എവിടെയെങ്കിലും പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ കോളേജിൽ നിന്ന് ഞാൻ ലേറ്റ് ആയി വരുമ്പോൾ അധികം ഞാൻ മിസ്സിന്റെ കൂടെയാണ് തിരിച്ചു തരാറില്ല. മിസ് ഉണ്ടെന്ന് പറയുമ്പോൾ വീട്ടിലൊരു ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് മിസ്സിന് എന്നെ കുറിച്ച്, എന്റെ ബോത്ത് അക്കാഡമിക് സൈഡ് ആൻഡ് ഓർഗനൈസേഷൻ സൈഡിൽ എങ്ങനെയാണ് മിസ്സിന് എന്നെ കുറിച്ച് അറിയാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ എന്തെങ്കിലും എന്റെ കരിയറിൽ എങ്ങോട്ട് ഇനി മുന്നോട്ട് പോകണം എന്നുള്ള ഡൗട്ട് വരുമ്പോൾ എനിക്ക് മിസ്സിനോട് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് അതേപോലെ ചോദിക്കാൻ പറ്റുന്ന കുറെ സീനിയേഴ്സ് ഉണ്ട് അപ്പുറത്ത്, അപ്പൊ അവരോട് എനിക്ക് ചോദിക്കാൻ പറ്റും. അതൊക്കെയാണ് എനിക്ക് IEEE മീൻസ് പ്രൊഫഷണൽ ലൈഫിലേക്ക് കയറുമ്പോൾ എനിക്ക് IEEE ബാക്കിൽ നിന്ന് തന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കുറെ പേരാണ്. പിന്നെ എന്താ പറയാ, നമുക്ക് കുറെ ഇപ്പൊ റിസർച്ച് ഫീൽഡിലേക്ക് പോകണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. എന്നെ IEEE ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ്. ചേച്ചി ഇപ്പോ പറഞ്ഞല്ലോ എക്സൽസിയർ എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഇവന്റ് ആയിരുന്നു എന്ന്. അതുപോലെ ചേച്ചി എക്സികോമിൽ ഉണ്ടായിരുന്ന സമയത്ത് ലൈക്ക് നന്നായി വിചാരിച്ച പോലെ പരിപാടി നന്നായി നടന്ന് എക്സിക്യൂട്ട് ആയി ഭയങ്കര നിങ്ങൾക്ക് തന്നെ ഒരു പ്രൗഡ് തോന്നി ഏതെങ്കിലും ഒരു
മെമ്മറി ഷെയർ ചെയ്യൂ. ആ അങ്ങനൊരു മെമ്മറി ഷെയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും എനിക്ക് സ്പെഷ്യൽ ആയിരുന്നു. എക്സൽ ഷെയർ ആയാലും BGB ആയാലും അതിൽ മോസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് BGB ആണ്. BGB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗസ്റ്റിനെ തീരുമാനിക്കുന്നു. ആ ഗസ്റ്റ് ഒരു 2 ദിവസമല്ല ഒരാഴ്ച മുന്നേ പറയാണ് പറ്റില്ല വരാൻ. പക്ഷെ നമുക്ക് അന്ന് ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഓൾ ഓവർ കേരളയിലുള്ള കുറേ ഡെലിഗേറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. അതായത് കുറേ വലിയ വലിയ ആളുകൾ, അതായത് മലബാർ സബ് സെക്ഷന്റെ ചെയർ, വൈസ് ചെയർ, അങ്ങനെ കുറേ പേര്, കേരള സെക്ഷൻ ആയാലും കുറേ പേരാണ്, ബീന്റെ ചെയർ, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പൊ സോ നമുക്ക് നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആക്സസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറെ ഇവന്റ്സ് നമുക്ക് മിസ്സായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഹരിതനെ വിളിച്ചു. ഹരിത കളക്ടറാണ്, അപ്പൊ വിനിത മിസ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ ആളെ വിളിച്ചു. പക്ഷെ ആള് പറഞ്ഞു എനിക്ക് പറ്റില്ല, അന്ന് ഡേറ്റ് ഉണ്ടായിരുന്നില്ല, ഞാൻ വേറെ കണക്ട് ചെയ്ത് തരാം. അങ്ങനെ ആള് തൃശ്ശൂര് അന്നത്തെ കളക്ടറെ കോണ്ടാക്ട് ചെയ്തു. ആൾക്കും പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം ഞാനും വേറെ 2 പേരും കൂടിട്ട് എന്താ പറയാ, ഞങ്ങൾ വേറെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. എന്നാ അത്രയും പേർക്ക് കൊടുക്കാനുള്ള ട്രോഫീസ് കളക്ട് ചെയ്യണം, ബുക്സ് വാങ്ങിക്കണം, ഡെക്കറേഷൻ കാര്യങ്ങൾ ചെയ്യണം. BGB സീരീസ് എക്സാമിന്റെ തലേന്നാണ് BGB നടക്കുന്നത്. ഒന്നും പഠിച്ചിട്ടുമില്ല, കാരണം ഇതിന്റെ പിന്നാലെ ഓടി നടന്നിട്ട് ക്ലാസ്സിലും കയറിയിട്ടില്ല. ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ 1 വീക്ക് മുന്നേ നമ്മൾ എന്തായാലും ഉറപ്പിച്ച് പാലക്കാട് ഡിസ്ട്രിക്ട് കളക്ടറെ പോയി കാണാം. കിട്ടിയാ കിട്ടി, പോയാൽ പോയി. അങ്ങനെ ഞങ്ങൾ കയറി. അന്ന് നമ്മൾ കളക്ടറെ കാണാൻ പോയപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു കളക്ടറെ കാണാൻ ടൈം ഉണ്ട് എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ കയറിപ്പോയി, കളക്ടർ ഓഫീസിൽ കയറിപ്പോയി. അപ്പോൾ അവിടെ ഫ്രണ്ട് സെക്യൂരിറ്റി പറഞ്ഞു ഇപ്പൊ കളക്ടറെ കാണാൻ പറ്റില്ല, എന്തായാലും വെയിറ്റ് ചെയ്തോളൂ, ആള് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മീറ്റിംഗിലേക്ക് പോവാണ്, സോ അതിൻ്റെ ഉള്ളിൽ ടൈം ഉണ്ടെങ്കിൽ കാണാൻ. ഞങ്ങളവിടെ പോയിട്ട് പോലീസുകാരനോട് പറഞ്ഞ് പോലീസുകാരൻ എന്താ പറയാ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇന്നതൊക്കെയാണ് കാര്യം എന്ന് പറഞ്ഞപ്പോൾ ആള് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങള് അന്ന് BGBയുടെ ബ്രോഷർ പ്രിന്റ് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പറഞ്ഞു ഇവിടെ തന്നിട്ട് പൊക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം എന്നുള്ള രീതിക്ക്. ആള് നമ്പർ എഴുതി വാങ്ങി വെച്ചിട്ട് വിട്ട്. എന്നിട്ട് സാറ്റർഡേ BGB, സൺഡേ ആണ് BGB നടക്കാൻ പോകുന്നത്. സാറ്റർഡേ ഒന്നും ആയിട്ടില്ല. സാറ്റർഡേ അല്ല, ട്യൂസ്ഡേ വരെ കോളൊന്നും വന്നില്ല. വെനസ്ഡേയും കൂടി ഞങ്ങൾക്ക് നോക്കാന്ന് വെച്ചാൽ നമ്മൾ നോക്കി, വെനസ്ഡേയും കോളൊന്നും വന്നില്ല. തേഴ്സ്ഡേ വൈകിട്ട് കളക്ടറുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നു, നാളെ കളക്ടർ ഒന്ന് നേരിട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ കോളിന്റെ പേരിൽ ഞങ്ങൾ അവിടെ പോയി കളക്ടറെ കണ്ടു. കളക്ടർ എന്താ പരിപാടി, കോളേജ് ഏതാന്ന് പോലും കളക്ടർക്ക് അറിയില്ല. കാരണം കളക്ടർ ആദ്യം വിചാരിച്ച NSS എഞ്ചിനീയറിംഗ് കോളേജാണ്. നമ്മൾ അങ്ങനെയല്ല, ഇതാണെന്ന് പറഞ്ഞ് കളക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് കളക്ടർ പറഞ്ഞു അറിയിക്കാം എന്ന്. ഫ്രൈഡേ ആണ് നമ്മൾ പോകുന്നത്. സാറിന് കുഴപ്പമില്ല, നിങ്ങൾ വരുമ്പോൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വാങ്ങി. അങ്ങനെ ഞങ്ങൾ ട്രോഫി വാങ്ങിച്ച് അവിടെ നിന്ന് കുറെ ബുക്ക് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊമെന്റോവും ഇതുമായിരുന്നു, ബുക്കുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അന്ന് അവിടെ എത്തി. അപ്പം അപ്പോഴും കളക്ടറുടെ ഇത് കൺഫേം അല്ല. എന്നിട്ട് അന്ന് ഈവനിങ് ഒരു 6 വരെയൊക്കെ നമുക്ക് തലേന്ന് ഇതാണല്ലോ, മീൻസ് പിറ്റേന്ന് ഇതാ മൺഡേ സീരീസ് എക്സാംസ് തുടങ്ങാൻ. അപ്പൊ ലാസ്റ്റ് സീരീസ് ആണെന്ന് തോന്നുന്നു. അപ്പോ എന്തായാലും സീരീസ് എക്സാം എഴുതാതിരിക്കാൻ പറ്റില്ല. സീരീസ് എക്സാമിന് പൊട്ടിക്കഴിഞ്ഞാൽ വേറെ സീറ്റ് വെക്കും. എനിക്ക് നല്ല കേട്ടിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നൈറ്റ് പിന്നാലെ എങ്ങനെ നടന്നു പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ കേട്ടിട്ടുണ്ട്. എന്തായാലും എനിക്ക് ആ ഒരു സീരീസ് എക്സാം എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. കുറെ പേര് IVക്ക് പോയ ടൈം ആയിരുന്നു അത്. ഡിസംബർ ടൈമില് ഒരു 2 ഡിപ്പാർട്ട്മെന്റ് ഒന്നും IVക്ക് പോയിരിക്കായിരുന്നു. ബാക്കി ഞങ്ങളുള്ളവരൊക്കെ കൂടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രൈഡേ അന്ന് ഞാൻ വൈകുന്നേരം ഒരു 6 മണി വരെ ഇരുന്ന് ഞങ്ങൾ അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പിറ്റേന്ന് രാവിലെ സാറ്റർഡേയും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, മീൻസ് EC സെമിനാർ ഹാളിലായിരുന്നു നമുക്ക് പരിപാടി നടത്തുന്നത്. അപ്പൊ ആ പെർമിഷൻസ് ഒക്കെ കിട്ടാനും ഇതാക്കാനും ഒക്കെ ഉള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിസ് വയ്യാതിരിക്കുന്ന ഒരു ടൈമായിരുന്നു. മിസ് ഇത് കഴിഞ്ഞിട്ട് സർജറി അങ്ങനെ കഴിഞ്ഞിട്ട് റെസ്റ്റിലായിരുന്നു വിനിത മിസ്. അപ്പോ എന്താ പറയാ, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ടൈമിൽ സാറ്റർഡേ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കളക്ടർ ഓഫീസിൽ നിന്ന് കോൾ വന്നു, കളക്ടർ നാളെ എത്തുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്കൊന്ന് സമാധാനമായത്. ആൻഡ് ഫസ്റ്റ് ടൈമാണ് കളക്ടർ നമ്മുടെ കോളേജിൽ വരാൻ പോകുന്നത്. സോ ഗ്രീൻ പ്രോട്ടോകോൾസ് പാലിക്കണം. അപ്പൊ അവര് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഗ്രീൻ പ്രോട്ടോകോൾസ് പാലിക്കണം, ഇങ്ങനെ ചെക്കിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതിനുള്ള ഓട്ടപ്പാച്ചിലായി. പിന്നെ ഇവിടെ ആ കളക്ടർ വരുമ്പോൾ
നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങൾ. അപ്പോൾ വേറൊരു ഇതിങ് ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഹയർ അതോറിറ്റീസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പ്രിൻസിപ്പാളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇവന്റ് നടത്താം. പിന്നെ അന്ന് പ്രിൻസിപ്പാള് വീട്ടിൽ പോയി, എന്നിട്ട് പ്രിൻസിപ്പൾ ഇൻചാർജ് വേറൊരാൾക്ക് എഴുതി കൊടുത്ത്, അങ്ങനെ പെർമിഷനുകളുടെ കുറേ ഒരു ലിസ്റ്റും കൊണ്ട് നടന്ന് ഇതിന്റെ ഇടയിൽ കൂടെ ഇത്രയും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യണം. പെർമിഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ കളക്ടർ ഓഫീസിൽ പോവാണെങ്കിൽ ഒരാൾ ഇവിടുത്തെ പെർമിഷനും കാര്യങ്ങളും നോക്കണം, ഒരാൾ സെക്യൂരിറ്റിയുടെ പറയണം. അങ്ങനെ കുറേ ആയി നടന്ന് പിറ്റേന്ന് രാവിലെ 10 o'clock ഇവന്റ് സ്റ്റാർട്ട് ചെയ്യണം. 9:30 ആകുമ്പോൾ ഞങ്ങൾ അവിടെ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാം. പിന്നെ അവസാനം കലക്ടർ വന്നപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോളേജിലേക്ക് മീൻസ് ആദ്യമായിട്ട് ഇങ്ങനെ കലക്ടർ വരുന്നത് ഞങ്ങള് നടത്തുന്ന ഒരു ഇവന്റിലേക്കാണ്. അതും ആ ഒരു BGB ഇന്നേ വരെ അത്രയും ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആ ഒരു ഇതിൽ വന്നിട്ടില്ല. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ നന്നായിട്ട് കഴിഞ്ഞിട്ട് അന്ന് സാബിക് സാറായിരുന്നു സബ്സെക്ഷനിൽ സാറ് പറഞ്ഞു, ഞാൻ അറ്റൻഡ് ചെയ്തതിൽ വെച്ച ഏറ്റവും ബെസ്റ്റ് BGB ഇതാണ്, ബിയോണ്ട് ഗ്ലാസ് ബാരിയേഴ്സിന്റെ എഡിഷൻ ഇതാണെന്ന് പറഞ്ഞു. സോ അതായിരുന്നു ഞങ്ങൾക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ഹാപ്പിനെസ്. അതായത് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ഹാപ്പിനെസ് അതായിരുന്നു. ആൻഡ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് ഇതിൽ വർക്ക് ചെയ്ത കുറേ പേര് ഇപ്പോഴും ഇവിടെ ഉണ്ട്, EXCOM-ലുണ്ട്. ആൻഡ് അത് ഞങ്ങൾക്ക് വലിയൊരു കാര്യമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഹോസ്റ്റ് ചെയ്തത് ഓൺലൈനായിട്ടാണ്, അതായത് കുറേ സൗകര്യങ്ങളുള്ള ഒരു കോളേജിനാണ് അത് കൊടുത്തത്, എന്നിട്ടും അവർ ഹോസ്റ്റ് ചെയ്തത് ഓൺലൈനായിട്ടാണ്. സോ ലാസ്റ്റ് മീറ്റിംഗിൽ ഒരു വിനിത മിസ്സിനോട് പറഞ്ഞ് ഇത്രയും പരിമിതമായിട്ടുള്ള ഫെസിലിറ്റീസ് വെച്ചിട്ട് നല്ലപോലെ ഹോസ്റ്റ് ചെയ്തതിന് നമുക്ക് ഇനി നെക്സ്റ്റ് ഇവന്റ്സ് തരാം എന്നുള്ളൊരു ഇതിലെത്തിയിട്ടുണ്ട്. സോ അതായിരുന്നു എൻ്റെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ്. താങ്ക് യു ചേച്ചി. പിന്നെ നമുക്ക് ചാറ്റ് ബോക്സിൽ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. Okay. What resources IEEE Explore do you recommend for students? How can we use them effectively? എക്സ്പ്ലോറും സ്പെക്ട്രം എന്നൊക്കെ പറയുമ്പോൾ IEEE എക്സ്പ്ലോർ നമുക്കൊരു ലൈബ്രറി ആണ്. നമ്മൾ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ IEEE പേപ്പേഴ്സ് ആണ് നമ്മൾ സെമിനാർസിന് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പെക്ട്രം മാഗസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്പെക്ട്രം മാഗസിനിൽ ഉണ്ടാവുക. സോ അതൊക്കെ വെച്ചിട്ടാണ് നമുക്ക്, പിന്നെ നമുക്കിപ്പോൾ BTech കഴിഞ്ഞ് MTech കഴിഞ്ഞ് PhD ഒക്കെ എടുക്കാൻ പോകുന്ന ആളാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ. നമുക്ക് പ്രൊജക്റ്റിനും സെമിനാറിനും വേണ്ടിയിട്ട് മാക്സിമം കുറെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ IEEE പേപ്പേഴ്സ്. എന്നോട് ജസ്റ്റ് കുറച്ച് പ്ലേസ്മെന്റ് സജഷൻസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലേസ്മെന്റ് സജഷൻസ് എന്താ തരേണ്ടത് എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ ആപ്റ്റിറ്റ്യൂഡ് മീൻസ് നമ്മുടെ പ്ലേസ്മെന്റ് ട്രെയിനിങ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് പ്ലേസ്മെന്റിന് പോകുന്ന ഒരാളല്ല. കിട്ടിയാ കിട്ടി, പോയാൽ പോയി, അങ്ങനെയുള്ളൊരു രീതിക്ക് പോയതാണ് എൻ്റെ എല്ലാ പ്ലേസ്മെന്റ്സും. അവസാനമായിട്ട് ഞങ്ങൾ ചാറ്റലക്സി പോയതും ആക്ച്വലി പോയി രാവിലെ ഇവിടുന്ന് പോയി രാജഗിരി വെച്ചിട്ടായിരുന്നു എക്സാം. ആപ്റ്റിറ്റ്യൂഡ് എഴുതി കിട്ടുമ്പോൾ ഉറപ്പൊന്നുമില്ല. അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി, റിസൾട്ട് വരെ വെയിറ്റ് ചെയ്തൊന്നുമില്ല. അപ്പൊ തന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. കൊച്ചിയാണല്ലോ, എല്ലാം കറങ്ങിയിട്ട് തിരിച്ചു വരാമെന്നുള്ള പ്ലാനിൽ അപ്പോഴാണ് സെലക്ട് ലിസ്റ്റിൽ വന്ന്. പിന്നെ അന്ന് എനിക്ക് നമ്മുടെ കോളേജിൽ മാത്രം അന്ന് ടെക്നിക്കൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അറിയിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പിറ്റേന്ന് രാവിലെ HR ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ അന്ന് അങ്ങനെ നിന്നു, അങ്ങനെ കിട്ടിയതാണ്. ഞാൻ അങ്ങനെ പ്ലേസ്മെന്റ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോയി അങ്ങനെയൊന്നുമില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഇറ്റ്സ് എ ലക്ക്. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഒരു പാർട്ട് ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്താലും ആപ്റ്റിറ്റ്യൂഡിൽ ചിലർ നോക്കുന്നത് എത്ര ഫാസ്റ്റ് ആയിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെന്നാണ്, ചിലർ നോക്കുന്നത് എത്ര ടൈം മീൻസ് എത്ര ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയെന്നുള്ള. സോ അവരെന്താ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. സോ പ്രിപ്പയർ ചെയ്യുക, ഒരു പ്ലേസ്മെന്റും വിടാതെ അറ്റൻഡ് ചെയ്യുക, എന്താ പറയുക, വരുന്നതൊക്കെ രജിസ്റ്റർ ചെയ്ത് അറ്റൻഡ് ചെയ്യുക. കിട്ടുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്കായിട്ടുള്ളത് എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ഹോപ്പ് വെച്ചിട്ട് മുന്നോട്ട് പോവാം.
അല്ലാതെ എനിക്ക് പ്ലേസ്മെന്റ് സജഷൻസ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. മിസ് എന്നോട് കുറച്ച് പ്ലേസ്മെന്റ് ടിപ്സ് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു, പക്ഷെ അങ്ങനെ എനിക്ക് പറയാനായിട്ട് എനിക്ക് അറിയില്ല. പ്ലേസ്മെന്റ് ഞാൻ ആപ്റ്റിറ്റ്യൂഡൊക്കെ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് പോകും. പിന്നെ ടെക്നിക്കലൊക്കെ പഠിച്ചത് വെച്ചിട്ട് ഓർമ്മയുണ്ടെങ്കിൽ എഴുതും, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഇംഗ്ലീഷും മാത്രമേ ഞാൻ എഴുതിയിട്ട് വരും. വേറെ എന്തെങ്കിലും? 7 more minutes. ഇനി നമുക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ലൈക്ക് ആർക്കെങ്കിലും ഇന്നത്തെ ഈ സെഷൻ എങ്ങനെയുണ്ടായിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് കം. ഹലോ ചേച്ചി, പറഞ്ഞോളൂ. വളരെ നല്ല വളരെ നല്ലൊരു സെഷനായിരുന്നു. നമുക്കിപ്പോ Okay. ഞാനിപ്പോ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ള IEEE. അപ്പോ എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്, എനിക്ക് എങ്ങനെ വർക്ക് ചെയ്യാം, പിന്നെ ഇപ്പോൾ പേഴ്സണലായാലും ടെക്നിക്കലായാലും എങ്ങനെ IEEE പെർഫോം ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ടീം വർക്ക് അതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത്, പിന്നെ കുറെ പേരായിട്ട് കണക്ഷൻസ് ആണ് ഇതിന്റെ മെയിൻ എന്നുള്ളത് കിട്ടി. പിന്നെന്താ പറയാ, ലൈക്ക് വളരെ നല്ല സെഷനായിരുന്നു. പിന്നെ പ്രൊഫഷണൽ നെറ്റ്വർക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് ഇംപ്രൂവ്മെന്റ് സജഷൻസ് ഉണ്ടെങ്കിലും പറയാട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സെഷൻ എടുക്കുന്നത്. മെമ്പർഷിപ്പ് ഡെവലപ്മെന്റ് എടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം പുറത്ത്, ഒരെണ്ണം നമ്മുടെ കോളേജിൽ എടുത്തിട്ടുണ്ട്. ബട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെഷൻ ഞാൻ എടുക്കുന്നത്. എനിക്ക് ഇങ്ങനെ എടുത്തിട്ട് ശീലമില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. ഓൾവേസ് വെൽക്കം. പിന്നെ മറ്റേ പേപ്പർ പ്രസന്റേഷൻ അതിന്റെ കാര്യങ്ങളും കൂടി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയി. പേപ്പർ പ്രസന്റേഷൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കുറെ കോൺഫറൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ കോൺഫറൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ IEEE സ്പോൺസേർഡ് ആയിട്ടുള്ള കുറെ കോൺഫറൻസസ് ഉണ്ട്. അതായത് പുറത്ത് നടക്കുന്ന കുറെ കോൺഫറൻസസിൽ നമ്മളിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ IEEE മെമ്പേഴ്സിനെ IEEE സ്പോൺസർ ചെയ്യും. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് IEEE ഫണ്ടിങ്ങിൽ നമുക്ക് കോൺഫറൻസസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് പേപ്പർ പ്രസന്റേഷനിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് കയറാനുള്ള ഒരു ഇത് കിട്ടി. അവിടെ പോയിട്ട് നമ്മുടെ കഴിവ് വെച്ച് പരമാവധി നമ്മൾ പ്രസന്റ് ചെയ്യുക. അതാണ് നമുക്ക് IEEE മെമ്പർ ഇൻ ദ സെൻസ് നമുക്ക് എന്താ ബെനിഫിറ്റ് എന്ന് എല്ലാവരും ചോദിക്കും. കോളേജിലൊക്കെ നമ്മൾ നെറ്റ്വർക്കിംഗ്, കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പാഷനായി, എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആയി. അല്ലാതെ കണ്ടിന്യൂ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ പ്രസന്റേഷൻസ്, പേപ്പർ പബ്ലിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ പേറ്റൻസും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത്. സായുജിക്ക് പേപ്പർ പ്രസന്റേഷനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കണക്ട് ചെയ്ത് തരാം. എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് ഇനി എന്തെങ്കിലും ഫീഡ്ബാക്ക് ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ നൈന. ഓക്കെ ചേച്ചി, എനിക്ക് ഫീഡ്ബാക്ക് ആയിട്ട് പറയാനുള്ളത് മെയിൻ സംഭവം ഉഷാറായിരുന്നു. ഇങ്ങനെ ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. ചേച്ചി ഇപ്പോൾ സീനിയറാണ്, പാസ്ഔട്ടായി പോയി വർക്ക് ചെയ്തു, പക്ഷെ ഞങ്ങളോട് നല്ല എന്താ പറയുക എപ്പോഴും ചേച്ചിയായിട്ട് സംസാരിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഓരോ ഡൗട്ട് ചോദിക്കുമ്പോഴും നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് അതും ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞു. മീൻസ് ചേച്ചി ഓഫ് കോഴ്സ് കുറെ പ്രസന്റേഷനും എല്ലാം അറ്റൻഡ് ചെയ്യുന്നതാവുന്ന തന്നെ സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഇല്ലാതെ അത്രയും ഫ്ലോയിൽ നന്നായിട്ട് സംസാരിച്ചു. ആൻഡ് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. മീൻസ് ഒരു ദിവസം എനിക്കും ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ തോന്നി. അതുപോലെ തന്നെ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ചേച്ചി ചെയ്ത കാര്യങ്ങളെല്ലാതും ഷുവർ, അതിന്റെ പ്രോസും എന്തായാലും പറ്റട്ടെ. ഹലോ ഹലോ, കേൾക്കുന്നില്ല? കേൾക്കുന്നില്ലേ? ഓക്കെ. അതുപോലെ അതിന്റെ പ്രോസും കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഓക്കെ, എല്ലാം അങ്ങനെ പറഞ്ഞു തന്നു. അതും ഓരോ ഡൗട്ടും നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. ജസ്റ്റ് വൺ വേർഡ് ആൻസർ ഒന്നും അല്ല. അത് ഇപ്പോൾ കുറെ കഥ കേൾക്കാൻ പറ്റി. ചേച്ചി ചെയ്ത കഥകള്, IEEE കഥകൾ കേൾക്കാൻ പറ്റി. നമ്മുടെ കോളേജിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. ഞാൻ അതൊന്നും ചിലത് അറിഞ്ഞിട്ട് പോലും ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായോ അങ്ങനെ ആലോചിച്ചു. അപ്പൊ മനസ്സിലായി, അടിപൊളിയാണ് നമ്മുടെ കോളേജൊക്കെ. അങ്ങനെ മനസ്സിലായി. പിന്നെ നമ്മുടെ IEEE കുറിച്ചൊക്കെ കുറെ മനസ്സിലായി. ഭയങ്കര സന്തോഷമായി ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ. അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എക്സിക്കോമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ കിട്ടട്ടെ, ഇതിന്റെ പാർട്ട് ആവാൻ പറ്റട്ടെ.
ആൻഡ് ഇതുപോലെ എടുക്കണം എന്ന് പറഞ്ഞല്ലോ, കുറേ നെറ്റ്വർക്ക് ചെയ്യുക, എല്ലാവരുമായിട്ട് സംസാരിക്കുക, ആൻഡ് ഇതുപോലെ ഒരു സെഷൻ എടുക്കാൻ പറ്റട്ടെ. Okay, so next. മാധവ്. ഹലോ ഹലോ, പറഞ്ഞോളൂ. ചേച്ചി, ഞാൻ ഫീഡ്ബാക്ക് അല്ല, നമുക്ക് അറിയാം, ആ നമ്മള് ഫാമിലി ആണെന്ന് അറിയാം. ഞാൻ ഒരു കാര്യം അതെ സൂചിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ആ കോൺഫറൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അതെ അപ്പൊ ഈ ഫെബ്രുവരി 7, 8, 9 നമ്മുടെ IASന്റെയും IEEEയും KTU നടത്തുന്ന ഒരു കോൺഫറൻസ് ഉണ്ട്. ഞാൻ അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവര് ജസ്റ്റ് അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പൊ അത് ഡെലിഗേറ്റ്സ് ഇപ്പം രജിസ്ട്രേഷൻ ഓൺഗോയിങ് ആണ്. നിങ്ങൾക്ക് ഇതിപ്പോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ രജിസ്ട്രേഷൻ ഫീ വല്ലതും കൂടുതലാണെങ്കിൽ എനിക്ക് ഒന്ന് മിസ്സായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ IEEE ഫണ്ടഡ് എന്തെങ്കിലും ആണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. അത്ര വലിയ എമൗണ്ട് അല്ലാന്ന് തോന്നുന്നില്ല എനിക്ക്. IEEE മെമ്പേഴ്സിന് ആകുമ്പോഴത്തേക്കും 250 രൂപ പറയുന്നുള്ളൂ. ഈ 2250 നോൺ IEEE മെമ്പേഴ്സും 2500 രൂപയൊക്കെയാണ് വരുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റി നടത്തുന്നോണ്ടേ KTU നടത്തുന്നോണ്ട് പോയിന്റ്സ് കിട്ടും. അതെ. അപ്പോ അതൊന്ന് സൂചിപ്പിക്കാനായിരുന്നു ചേച്ചി. ഓക്കെ. So for vote of thanks, I welcome Asna. ഹലോ ചേച്ചി, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ വരാൻ പോകുന്ന എക്സികോമിലുള്ള മെമ്പേഴ്സിനും ഇത്രയും കാലം ഉണ്ടായിരുന്ന എക്സികോം മെമ്പേഴ്സിനും കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്തിട്ടെല്ലാം മനസ്സിലായി. അപ്പൊ എനിക്കും ഈ IEEE എക്സികോമിൽ വന്നതിൽ ഒന്ന് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് നെറ്റ്വർക്കിംഗ് ആയിരുന്നു. ഞാൻ മെമ്പർ ആയിരുന്നപ്പോൾ, എക്സികോമിൽ അല്ലാതെ മെമ്പർ ആയിരുന്നപ്പോൾ മെയിൻ ആയിട്ട് വന്ന ഇവന്റ് HLCR ആയിരുന്നു. അപ്പൊ അതിൽ എനിക്ക് PR വർക്കിംഗ് ചെയ്യാൻ പറ്റി വോളണ്ടിയർ ആയിട്ട്. അപ്പൊ അതിൽ നമ്മുടെ കോളേജിലല്ലാതെ 15ഓളം കോളേജിലെ ചെയേഴ്സുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് IEEEയിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നിലൂടെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് കണക്ഷൻ ഉണ്ട് അവരായിട്ട്. അപ്പോൾ ഇപ്പൊ ചേച്ചിയായിട്ട് എനിക്ക് കണക്ഷൻ കിട്ടി. ആൻഡ് ഐ എം സോ താങ്ക് യു. ഞങ്ങളായിട്ട് ഇത്രയും സമയം ചെലവഴിച്ചത്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ മാത്രമല്ല, ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നമുക്ക് അറിയാൻ IEEE കുറിച്ചോ അല്ലാതെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കുറെ പേരുടെ എൻ്റെ കോണ്ടാക്ട് ഉണ്ടാവും. എനിക്ക് ജസ്റ്റ് പേഴ്സണലി പിങ് ചെയ്യാം. കണ്ടില്ലെങ്കിൽ എന്തായാലും റിപ്ലൈ തിരിച്ചു വരും. എന്തായാലും റിപ്ലൈ ചെയ്യും. കുറച്ച് ലേറ്റ് ആയാലും ഞാൻ റിപ്ലൈ ചെയ്യും. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷുവറായിട്ടും ആരും കണക്ട് ചെയ്യാൻ മടിക്കരുത്. നല്ലൊരു സീനിയറായിട്ട് യു ക്യാൻ ഓൾവേസ് പിങ്. താങ്ക് യു.